ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ധാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. ചാനൽ 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹം, സപ്പോർട്ട് എല്ലാത്തിനും ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും നിങ്ങളോട് അറിയിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ ചാനലിൽ നിന്ന് ഈ ഒരു മെസ്സേജസ് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകണമെന്ന് എപ്പോഴും പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വീണ്ടും നന്ദി പറയുന്നു. നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡിങ് കുറേ കാലം കൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരുന്നൊരു കാര്യമാണ്. തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, കളക്റ്റീവാണ്. എല്ലാവർക്കും തന്നെ റെസണന്റ് ആകണമെന്നില്ല. പിന്നെ തേർഡ് പാർട്ടി ഇല്ലാത്ത ആരും തന്നെ ഈ റീഡിംഗ് കാണരുത് കേട്ടോ. അത് തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാവുന്നവർ മാത്രമേ റീഡിംഗ് കാണാവൂ. അപ്പോൾ നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഒഴിവാക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചാടിയിരിക്കുന്നു. 7 of Swords ആണ്. മജീഷ്യൻ്റെ ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ലവർ 6 of കപ്സിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഹൈറഫൻ്റ് ആണ്. വേൾഡ് കാർഡാണ്. കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. കിങ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് കപ്സ് ആണ്. 3 of കപ്സ് ഷാഡോയാണ് വന്നിട്ടുള്ളത്. ചാരിയറ്റിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് സോർഡ്സ് ആണ്. അത് ഷാഡോയാണ് വന്നിട്ടുള്ളത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. റീബർത്ത് ആണത്. 10 of Swords ആണ് വന്നിട്ടുള്ളത്. ഇത് ഏസ് ഓഫ് കപ്സ് ആണ്. അതിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. നമുക്കത് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഓൾറെഡി അത് ക്ലിയർ ആണ് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന്. ത്രീ ഓഫ് കപ്സ് ആണ്. 6 of Swords, 7 of Wands, King of Cups, Hierophant വന്നിട്ടുണ്ട്. 3 of Swords മതി. നമുക്ക് എന്തായാലും വ്യക്തമാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആണ്. വ്യക്തമാണ് ഇതിലെ കാര്യങ്ങൾ. കാരണം ഇത് പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് എല്ലാവരുടെയും റീഡിംഗ് അല്ല. കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള റീഡിംഗ് ആണിത്. അപ്പോൾ എല്ലാവരുടെയും ഒരു എനർജി ഇതിനകത്ത് കിട്ടിക്കാണൂല. ഈ ഒരു റീഡിങ്ങിൽ കുറേ അധികം ആൾക്കാരുടെ ആ വ്യക്തി ശരിക്കും ഇതൊരു എൻ്റെ ആക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ കിട്ടിയത് 7 of Swordsൻ്റെ എനർജിയാണ്. ചീറ്റിംഗ് ആണ്. അപ്പോൾ ചീറ്റിംഗ് ആണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതായത് ആദ്യം തന്നെ കിട്ടിയ ഒരു കാർഡ് അതാണ്. ചീറ്റിംഗ് എനർജിയാണ്. മജീഷ്യൻ
റിവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിവേഴ്സ് അല്ലാതെ ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. ആ ഒരു മാജിക്ക് ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മാജിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. കാരണം അതിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഒരു ഇതുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ആളങ്ങോട്ട് പോയത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചീറ്റിംഗ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി എന്ന് കാണുന്നുണ്ട്. ആ ചീറ്റിംഗ് ഇവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറഫൻറ്റ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. അവർക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ടായിരിക്കാം. ഇത് ഹൈറഫൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ചീറ്റിംഗ് ഇവർക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരിക്കാം. എന്താണ് തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ് ഈ കാർഡ്. അപ്പോൾ ശരിക്കും പക്ഷെ അത് സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ മൂവ്മെൻ്റ് ഇല്ലാത്ത എന്ന് പറയുമ്പം ഇവരോടുണ്ടായിരുന്ന ഒരു പ്രണയം അവർക്ക് സ്റ്റോപ്പായി എന്നുള്ളതാണ്. ശരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് സ്റ്റോപ്പായി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. ലവേഴ്സ്, കാരണം ലവേഴ്സ് കാർഡ് അതിൻ്റെ ഷാഡോയാണ്. അതിൽ ഒരു ബ്ലെസ്സിങ്സും ഇല്ല എന്നുള്ളതാണ് ആ ഷാഡോ സൈഡിൽ പറയുന്നത്. അപ്പോൾ ലവേഴ്സിൻ്റെ ഷാഡോ വന്നപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ഒരു പ്രണയം എൻഡായി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഡെപ്തൊക്കെ പോയി എന്ന് കാണുന്നുണ്ട്. ഇതിൽ 6 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ 6 ഓഫ് കപ്സിൽ ഇവിടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ ഇതിൽ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ ശരിക്കും കാത്തിരിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്കാണ്. ഇവരുടെ മനസ്സിൽ നിന്നും ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചിത്രം മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു ഹൈറഫൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറഫൻറ്റ് അടുത്ത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഇവരുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ തേർഡ് പാർട്ടി കൂടെ ഉള്ളപ്പോൾ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കാൻ പോകണില്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നും മാറിപ്പോകണമെന്ന് തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിളാണ്. കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇത് ഇവർ തമ്മിലൊരു എന്തോ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. എന്തോ തരത്തിലുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അതൊരു ഒരു ബിസിനസ് ഒരു കോൺട്രാക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇവർ പെട്ടുപോയതും കൂടി ആയിരിക്കാം കേട്ടോ. അങ്ങനെയാണ്. ഇതിൽ 3 ഓഫ് കപ്സ് ആണ്. പക്ഷേ ഈ 3 ഓഫ് കപ്സിൽ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. കൂടെ ഉണ്ടായിരുന്നവരാരും തന്നെ ഇവർക്ക് ഇപ്പോൾ കൂടെ ഇല്ല എന്ന് കാണുന്നുണ്ട്. ഈ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം ഇതിൽ 3 ഓഫ് കപ്സ് അപ്രൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ വളരെയധികം സന്തോഷിച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരും തന്നെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണുന്നത്. പക്ഷെ അവർക്കിത് പുറത്ത് പറയാനും പറ്റുന്നില്ലായിരിക്കാം. ഇതിൽ ചാരിയറ്റാണ്. ചാരിയറ്റിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. അതിലും ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഒറ്റയ്ക്കാണ് ഈ വ്യക്തി എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ടൊന്നും ചിലപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. കാരണം ഈ തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവർ തമ്മിലൊരു ശരിക്കും ആൾറെഡി ഒരു ബ്രേക്കപ്പ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഏതോ സാഹചര്യത്തിൽ ഇവർക്ക് പൂർണ്ണമായി അവരിൽ നിന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും ഒരു ഏസ് ഓഫ് സോഴ്സ് ആണ്. ഈ ഏസ് ഓഫ് സോഴ്സും ഷാഡോയാണ്. ശരിക്കും പുതിയ ഒരു ഓഫറും അവരങ്ങോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്, ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. ഇതിൽ മൂൺ കാർഡാണ്. അപ്പോൾ പലതരത്തിൽ ഇവർ പല കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്യുന്നു. പരസ്പരം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കോൺവെർസേഷൻ ഉള്ളതൊന്നും ജെന്യൂനായിട്ടുള്ളതല്ല. അപ്പോൾ എല്ലാം ഇവരെല്ലാവരും ഹൈഡ് ചെയ്യുന്നു. തേർഡ് പാർട്ടി ഇവരെയും ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇവർ തേർഡ് പാർട്ടിയും ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഒരു ഡെത്ത് കാർഡാണ്. ഡെത്ത് ആൻഡ് റീബർത്താണ്. അപ്പോൾ ഇതിൽ ഒരു റീബർത്ത് ഇല്ല എന്ന് കാണുന്നുണ്ട്. ഡെത്ത് വന്നിട്ട് അതിൽ റീബർത്ത് ഇല്ല. അപ്പോൾ അവർക്ക് ശരിക്കും
നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ആയിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഇത് എൻ്റെ ആയി പോകട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ഇതിൽ 10 ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ ശരിക്കും ഈ 10 ഓഫ് സോഴ്സിൽ 2 വ്യക്തികളുണ്ട്. കണ്ടോ, ഇതിൽ വേറൊരു വ്യക്തി കൂടിയുണ്ട്. അപ്പോൾ ഒരാളിനെ ശരിക്കും ചതിച്ചു എന്നാണ് കാണുന്നത്. ഒരാളിൻ്റെ അറിവോടുകൂടി മറ്റേയാൾ ചതിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ ചതിക്കപ്പെട്ടവർക്ക് മനസ്സിലായി, ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും ഇവർ തമ്മിൽ ശരിക്കും ഇപ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. ഇത് രണ്ടുപേർക്കും ഇതിൽ ആരെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം നിങ്ങളുടെ വ്യക്തി ആയിരിക്കും അവരോട് അത് ചെയ്തത്, അല്ലെങ്കിൽ അവർ തിരിച്ച് ചെയ്തതായിരിക്കാം. എന്തായാലും രണ്ടുപേരും ചീറ്റ് ചെയ്തു എന്ന് തന്നെ ആദ്യത്തെ കാർഡിൽ 7 ഓഫ് സോഴ്സിൽ വന്നത് ചീറ്റ് ചെയ്യപ്പെട്ടു. അതിൽ അപ്പോൾ ഇവർ പരസ്പരം ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവർ വിചാരിച്ചതുപോലെയുള്ള ഒരു കംഫർട്ട് സോണൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 3 ഓഫ് സോഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് ആണ് ഇവർക്ക്. 3 ഓഫ് കപ്സ് ആയിരുന്നത് 3 ഓഫ് സോഴ്സ് ആയി. വളരെ സന്തോഷത്തിലായിരുന്നത്, വളരെ അവർ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നത്, അത് ഹാർട്ട് ബ്രേക്കിലേക്ക് എത്തി എന്നാണ് കാണുന്നത്. 6 ഓഫ് സോഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചീറ്റിംഗ് എനർജിയാണ് പൊതുവേ ഉള്ളതെന്നുള്ളതാണ്. അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞു, ചീറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇവർ യൂസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. 7 ഓഫ് വാണ്ട്സ് ആണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ. ഇതിൽ ഇവരൊറ്റയ്ക്കാണ്. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ ഇവർ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടുള്ളതാണ്. കിങ് ഓഫ് കപ്സും ഹൈറഫൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവർക്ക് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ അവർക്ക് തേർഡ് പാർട്ടിയോട് ഒരു സ്നേഹവും തോന്നുന്നില്ല. കാരണം ഇവരുടെ ആ ഒരു സ്നേഹം മുഴുവൻ ഒന്നുകിൽ നിങ്ങൾ വിവാഹം കഴിച്ചവരായിരിക്കും, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്തുള്ളൊരു സ്നേഹബന്ധമായിരിക്കാം നിങ്ങളോടാണ് എന്ന് കാണുന്നുണ്ട്. അവർക്ക് തോന്നുന്ന സ്നേഹം ഇപ്പോൾ ഒരിക്കലും തേർഡ് പാർട്ടിയോട് അവർക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ തേർഡ് പാർട്ടിയോട് ഉള്ളത് ഒരു ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഹാർട്ട് ബ്രേക്ക് ആണ്. ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് ശരിക്കും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന്. അങ്ങനെ ശരിക്കും പെയിനാണ്, ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് എന്നാണ് കാണുന്നത്. ഇതിൽ നമുക്കൊരു ഏഞ്ചൽ ഒരു ഇത് കൂടി എടുക്കാം. നമുക്ക് എന്താണ് ട്രാൻസ്ഫർമേഷനാണ്. അവർ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ശരിക്കും പാസ്റ്റിൽ ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഇതാക്കിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ ചതി കിട്ടിയപ്പോഴായിരിക്കും. ഇത് ഫുള്ളൊരു ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ കാർഡ്സ് എല്ലാം ഒരു ചീറ്റിംഗ് എനർജിയാണ് ഫുള്ള് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പരസ്പരം അവർ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലും ഇപ്പം തുറന്നുള്ള സംസാരമൊന്നുമില്ല. ഉണ്ടെങ്കിൽ പോലും അത് പരസ്പരം ഹൈഡ് ചെയ്യുന്നു, രണ്ടുപേരും കള്ളം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് കാണുന്നത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. അവർ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് ക്ഷമയോടെ. എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതൊന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വെയിറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ ഇവരെന്തായാലും കുറച്ച് ചുറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടി എന്താണ് എന്നവർക്ക് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. അവർ ചീറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി കഴിഞ്ഞു. ചിലപ്പോൾ ഈ നിങ്ങളുടെ വ്യക്തിയായിരിക്കും ശരിക്കും ഒരു സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട്. അവർ ചീറ്റ് ചെയ്ത് അനങ്ങാൻ പോലും പറ്റാതെ ആക്കിയിട്ടുണ്ട്, ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത്തിരി ചുറ്റിക്കറങ്ങി അതിന്ന് ഇറങ്ങി വരുള്ളൂ. പക്ഷെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എനിക്കിതിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക എന്നവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസ്കണ്ടൻറ്റിൻ്റെ ബോധമാണ്, ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നലാണ്. ഇപ്പം ഇതിൽ മുഴുവൻ, ഈ ഒരു റീഡിങ്ങിൽ മുഴുവൻ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഇവർ സപ്പോർട്ടിന് ആരുമില്ല, നിങ്ങളുമില്ല. തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യുന്നുണ്ട്, ആരോട് ഇത് പറയാൻ പറ്റും എന്നുള്ളൊരു സങ്കടമാണ് അവർക്കുള്ളത്. ഒറ്റയ്ക്കാണ്. ശരിക്കും ജീവിതം മുന്നോട്ട് പോകാനില്ലാത്ത പോലത്തെ ഒരവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടിയെ വിട്ടിട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അവയർനെസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബോധമൊക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ്. എന്താണ് നടന്നത്, എന്താണ് ചെയ്തത് എന്നൊക്കെ ഉള്ളൊരു ബോധം വന്നു തുടങ്ങിയെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ ഇത് പിന്നെ ഞാൻ വീണ്ടും പറയാം, കുറച്ച് ആൾക്കാരുടെ മാത്രം എനർജിയാണ്, ഇതെല്ലാവരുടെ എനർജി അല്ല. ഞാൻ കളക്റ്റീവ് റീഡിംഗാണ്, ഞാൻ ഫയൽ പോലും വെക്കാതെ ചെയ്തതാണ്, അതുകൊണ്ട് പറയുന്നതാണ്. കുറച്ച് ആൾക്കാർക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ വിട്ടിട്ട് വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ 20K എത്തിയത്. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.